ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഇൻട്രോ എടുത്തില്ല എന്ന് ഓർത്തത്. സോ ദിസ് വ്ളോഗ് ഈസ് അബൌട്ട് ഞാൻ എൻ്റെ ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. ഒഫീഷ്യലി ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യാണ്. അപ്പം ഇന്ന് പോയി പെർമിഷനൊക്കെ കൊടുക്കണം. പെർമിഷൻ ലെറ്ററൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ കൊടുത്ത്. ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യുന്നു. ഇതാണ് കറണ്ട് പ്ലാൻ. നമുക്കിനി അവിടെ ചെന്നിട്ട് നോക്കാം. പിന്നെ ഇന്നലെ ഗ്ലോറിയും അബിയും വിളിച്ചിട്ട് ഡ്രിങ്ക്സ് ജ്യൂസ് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു. നമുക്ക് നോക്കട്ടെ, ട്രാൻസ്പോർട്ടേഷൻ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ നമുക്കതുകൂടെ വെച്ചിട്ട് പോവാം. കേട്ടോ, നമുക്കിനി പോവാം. ഓക്കെ, ഞാൻ അവന്മാരാണ് എന്നിട്ട് പോ. ജാമ്യത്തിന് കമ്പനി കുറവ്, പക്ഷെ ഇപ്പോഴും ഏകദേശം എല്ലാവരും നമുക്ക് അറിയാം. കമ്പനി കൂടുതലാണ്. നമുക്കറിയാം, പുറത്ത് വന്ന സമയത്ത് കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും. ആരും കേട്ടില്ല, പാവം ജാമി പറഞ്ഞു, പക്ഷെ ആരും കേട്ടില്ല ഗൈസ്. എന്നെങ്കിലും യൂട്യൂബിൽ വരണമെന്നുള്ള അതിയായ ആഗ്രഹമുള്ള ഒരു കൊച്ചാണ്. 10 മണി റൂമിൽ കൊടുക്കി. ഇതാണ് കൊട്ടി ആൾക്കാർ. നിങ്ങൾ വിഷ് ചെയ്യണം, സീറ്റുള്ളത് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഈ പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ ആദ്യം ഭയങ്കര. പക്ഷെ ആ ചേച്ചിമാരെ ഇപ്പൊ കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഇവിടെ അപ്പോൾ നമുക്കും കുറേ കഥകളുണ്ടായിരുന്നു. ഒരു ബക്കറ്റ് കഥ ഉണ്ടായിരുന്നു, ഫോൺ ചാർജിന്റെ കഥ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ രാവിലെ ഷോപ്പിലെ പിന്നെ നമ്മൾ ചെയ്തപ്പോൾ വിഷ് ചെയ്യേണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ചേച്ചിയായിരുന്നു. എൻ്റെ എന്നാലും വെച്ച് തരും. ഗൈസ്, ലഡ്ഡു അറിയാം എല്ലാവർക്കും. അത് ഇത് വേണ്ട, വേറെ മതി. So guys, this is my last day in hostel. ഗൈസ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. മൈ ലാസ്റ്റ് സപ്പർ ഇൻ ഹോസ്റ്റൽ. ഈ ബിഹൈൻഡ് ദ സ്ക്രീനിലായിരുന്നു അറിയാം, ഇറ്റ്സ് ഗ്ലോറി ജോൺസ്. സോ ഞങ്ങൾ മറ്റേ റീല് അതെടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. ഗ്ലോറിക്കാണെങ്കിൽ അവൾക്കുള്ളൂ ഇൻസെക്യൂരിറ്റി ആണ്, അവൾക്ക് ഒരുങ്ങണം. സോ വി ആർ വെയിറ്റ്. ആൻഡ് ഞങ്ങൾ ഇപ്പം ലഡ്ഡുകൾ കഴിച്ചു. ഇതാണ് റിയാലിറ്റി ഗൈസ്, ഇതാണ് റിയാലിറ്റി. ഞങ്ങളിനി കുറുക്കുറ കഴിക്കാം.
കഴിക്കുന്നുണ്ടോ? കണ്ടിട്ട് ശരി വിടുമ്പോൾ Guys, the time is 1:36. So hostel life is complete here. പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന കേട്ടോ. എന്നുവെച്ചാൽ എല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ എല്ലാവരും വെച്ചേക്കുന്നത്. എൻ്റെ റൂമിൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ബാക്കിയുള്ള 3 പേരും വീട്ടിൽ പോയൊക്കെയാണ്. അത് വീട്ടിൽ പോയി. അതുപോലെ ഒഴിഞ്ഞ് കിടക്കുന്നത് മീൻസ് ഹോസ്റ്റൽ പെട്ടെന്ന് പോയല്ലേ 4 years. എനിക്ക് സ്റ്റിൽ റിമെമ്പർ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇവിടെ വന്നപ്പം അങ്ങനെ എല്ലാവരും പാരൻസ് ഇങ്ങനെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടാക്കിയ ടൈമിൽ എല്ലാവരും കരഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ മാത്രം കരഞ്ഞില്ല. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും കരയരുത്. പക്ഷെ ഞാൻ ഡിസംബറിൽ ഇറങ്ങിയോണ്ടാണ് എന്ന് വെച്ചാൽ ഫെയർവെല്ലിൻ്റെ വ്ളോഗ് കുറച്ച് ഭയങ്കര ഇമോഷണൽ ആയിരുന്നല്ലോ. ബിക്കോസ് ഞാൻ ഡിസംബറിൽ ഇറങ്ങി. അപ്പം എനിക്ക് കുഴപ്പമില്ല. പിന്നെ സ്റ്റിൽ എനിക്കൊരു ഇതെന്ന് വെച്ചാൽ കോമ്പൻസേഷൻ ഉണ്ട്, കാണാം. പിന്നെ കുറച്ചുപേര് നെടുമങ്ങാടാണ്, വേറെ ഹോസ്പിറ്റലാണ്. ഇപ്പം 2 ഡിവൈഡ് ചെയ്താണ് കിടക്കുന്നത്. കുറച്ചുപേര് വേറെ ഹോസ്പിറ്റൽ, ഞങ്ങൾ കുറച്ചുപേര് വേറൊരു ഹോസ്പിറ്റൽ, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് കാണാൻ. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണുമായിരിക്കും. കംപ്ലീറ്റ്ലി ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴായിരിക്കും കംപ്ലീറ്റ്ലി ആ ഒരു ഇത് നിൽക്കുന്നത്. ഫസ്റ്റ് ഇയർ ഇവിടെ വന്ന് അപ്പം സ്റ്റിൽ എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ആരും കരഞ്ഞിട്ടും വിഷമിച്ചിട്ടും അങ്ങനെയൊന്നുമില്ല. ഞാൻ കരഞ്ഞില്ല. ബാക്കി മിക്കവരും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അതിൻ്റെ എൻ്റെ റൂമെന്ന് വെച്ചാൽ പുറത്തൊരു റൂം, അപ്പുറത്തെ സൈഡിലൊരു റൂമുണ്ട്. അവിടെ ഞാൻ, അലി, അജി, ജാമി, മുത്തചന്ദ്രൻ, ഞങ്ങൾ ഇത്രയും പേരായിരുന്നു റൂമിൽ. ജാമി ഞങ്ങളുടെ റൂമിൽ അല്ലായിരുന്നു. ജാമിയുടെ റൂം വേറെ റൂം, നയന ജാമിയൊക്കെ റൂമിലായിരുന്നു. പക്ഷെ സ്റ്റിൽ ഷി വാസ് ഇൻ അവർ റൂം. കിടക്കുന്നത് ഒക്കെ നമ്മുടെ റൂമായിരുന്നു. യെസ്, അവിടെ നിന്നെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു പിന്നെ ഞങ്ങൾ ഷഫിൾ ചെയ്ത് അപ്പുറത്ത് ഡോർമെറ്ററി പോയി. പിന്നെ നമ്മൾ മുകളിൽ പോയി എല്ലാം കറങ്ങി തിരിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടെ വന്നു ഇറങ്ങിയാണ്. പിന്നെന്താണ്, ഞാൻ ഒഫീഷ്യലി വെക്കേറ്റ് ചെയ്യണം. പെർമിഷൻ ലെറ്റർ ഞാൻ രാവിലെ പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ ആ ലെറ്ററൊക്കെ കാണിച്ചു. വെക്കേറ്റിംഗ് ആണ്. പിന്നെ ഇന്നിപ്പോൾ വെക്കേറ്റ് ചെയ്യാം എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഹോസ്റ്റൽ ലൈഫ് വി ഷുഡ് എക്സ്പീരിയൻസ് ഇറ്റ് ടു. ഇങ്ങനെ മിസ്സിങ് എന്ന് പറഞ്ഞാൽ മിസ് ചെയ്യും, എല്ലാവരെയും മിസ് ചെയ്യും. നമ്മൾ കോണ്ടാക്ട് കുറേ കൂടെ കഴിയുമ്പം ഫിൽട്ടർ ചെയ്ത് കുറച്ച് ആൾക്കാരടുത്ത് മാത്രം ഒരു കോണ്ടാക്ട് വെക്കുമായിരിക്കും. ഇപ്പം നമ്മൾ ഇപ്പം 10ാം ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും 10th ഇപ്പം പക്ഷെ എത്ര പേരെടുത്ത് നമുക്കിപ്പോൾ കോണ്ടാക്ട് ഉണ്ട്. അതുപോലെയല്ലേ മെമ്മറീസ്, ഒരുപാട് മെമ്മറീസ്, നല്ല മെമ്മറീസും ഉണ്ട്, മോശമായിട്ടുള്ള മെമ്മറീസും ഉണ്ട്, ഒക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ കുറേ ഗുഡ് മൊമെൻറ്റ്സ് ഇവിടെ ഉണ്ട്, എൻ്റെ കുറേ ബാഡ് മൊമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. ഈ ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് എനിക്ക് കുറേ വിഷമമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള, കുറേ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യെസ്, ഇത് ദ എൻഡ്. കാരണം ഇപ്പം ഇത്ര സമയം കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഇന്ന് എടുത്തായിരുന്നു. ഹോസ്റ്റേഴ്സ് മാത്രം കുറച്ച് ഫോട്ടോ എടുത്തപ്പം അയാളി ഒരു ഫോട്ടോ എടുത്തായിരുന്നു. പിന്നെ ഇങ്ങനെ ചന്ദനെങ്കിൽ നടന്നു പോകുമ്പോഴത്തേക്കൊരു ഫോട്ടോ. ആ ഫോട്ടോയിൽ മറ്റേ പാട്ടൊക്കെ നമ്മൾ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കും ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു വിഷമം വരുന്നു, കഴിഞ്ഞു. അപ്പോഴും ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം പാക്ക് ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴല്ലോ ഒരു ഭയങ്കര ഒരു എംറ്റിനെസ്, ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടൊരു എംറ്റിനെസ് ഫീൽ ചെയ്യുന്നു.
അപ്പം ഒരു വിഷമം. എത്ര ദിവസം ഉറങ്ങിയിട്ടില്ലായിരുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ. ഇനിയിപ്പം ഞാൻ അന്നത്തെ ഫെയർവെൽ വ്ളോഗിൽ പറഞ്ഞ കണക്ക് കോമ്പൻസേഷൻ, പിന്നെന്താണ്, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലൈഫ് ഉണ്ടല്ലോ, നമുക്ക് നമ്മുടേതായ ഒരു ലൈഫ് അത് സെറ്റാക്കണം. അപ്പം അതിന് വേണ്ടിയുള്ള ഓട്ടം പക്ഷെ ബിസിയാണ്. ഹോസ്റ്റൽ ലൈഫ് കഴിഞ്ഞ് ഓക്കെ ഗൈസ്. അപ്പം ഇനിയിപ്പം വേറെ ഒന്നും ഇപ്പം ഇതിൻ്റെ ഒരു ടൈറ്റിൽ ഹെഡിങ് എന്ന് വെച്ചാൽ വൈക്കേറ്റിൻ്റെ ഹോസ്റ്റലായിരുന്നല്ലോ. അപ്പം ഇനിയിപ്പം വേറെ വലുതായിട്ടൊന്നും ഉണ്ടോയെന്ന് ചോദിച്ചാൽ കാണൂല, ഉറക്കാൻ പറ്റും. അപ്പം ഞാൻ ഉറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഒരു 1:45 എന്തോയി. ഞാൻ ഉറങ്ങാൻ പോവാണ്. നമുക്ക് നാളെ രാവിലെ അമ്മ വരും, ബാഗൊക്കെ കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ ഇവിടെ ലഡുവൊക്കെ കൊടുത്തിട്ടു, ജൂനിയേഴ്സിനും ആൻറ്റിമാർക്ക് ലഡുവൊക്കെ കൊടുത്തിരുന്നു. അപ്പം അഭിരാമി, സെമ്മിലൊരു അഭിരാമി ഉണ്ട്. അപ്പോൾ അവൾ വന്നിട്ടിങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ വിഷമം. അവൾ കരഞ്ഞ്. അപ്പം എനിക്കൊരു വിഷമം. അവർ നമ്മുടെ സീനിയേഴ്സ് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വന്നല്ലോ, വന്നിട്ട് നമ്മൾ പോകണം. നമ്മളിവിടെ മൊത്തം നിൽക്കാൻ വന്നില്ലല്ലോ, 4 വർഷം നിൽക്കാൻ വേണ്ടി വന്നു. 4 വർഷം കഴിഞ്ഞ് നമ്മൾ പോകും. സോ അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നാളെ വരും, പോകുമെന്ന് പറഞ്ഞല്ലോ. സോ ഹോസ്റ്റലിൻ്റെ വ്ളോഗ് എനിക്ക് തോന്നണ എന്ത് ചെയ്യണത് ആ ഒരു ടൈമിലായിരിക്കും. നമുക്കിനി കുറേ നല്ല മെമ്മറീസ് ഉണ്ട്, മൊമെന്റ്സ് ഉണ്ട്. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കിത് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സ് തന്നെ തന്നിട്ടുണ്ട്, ഫ്രണ്ട്ഷിപ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാം ലിറ്ററലി പറഞ്ഞ എവ്രിതിങ് ഐ ലൈക്ക്. സോ നമുക്ക് ഉറങ്ങിയിട്ട് ബൈ, ഗുഡ് നൈറ്റ്. ലാസ്റ്റ് കോമ്പസ് എല്ലാരും പോയി, ഓരോരുത്തരായിട്ട് പോയി അമ്മ വരാറായെന്ന് പറഞ്ഞ് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി. സോ ഞാനും റൂമൊക്കെ പൂട്ടി ലോക്കൊക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് പോകാൻ പോവാണ്. യെസ്, 4 years ഇവിടെ കഴിഞ്ഞു ഗൈസ്. ഇനി കോമ്പൻസേഷൻ കാണും, എല്ലാവരെയും ഒരുമിച്ച് നിന്ന് കാണും എന്നറിഞ്ഞൂടാ. മിസ് യു ഓൾ, ലവ് യു. ഇത് കഴിഞ്ഞിട്ടാ